ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ വലിയ ചർച്ചയാണ് ആ ബസ്സിൽ നിന്നെടുത്ത വീഡിയോയും അതിനുശേഷം ആ യുവാവിൻ്റെ ആത്മഹത്യയും. കഴിഞ്ഞ ദിവസം ഇതിൽ പ്രതിയായ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അവർക്കെതിരെ എടുത്തിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് വിടാനാണ് കോടതി തീരുമാനിക്കുകയും ചെയ്തത്. ഇപ്പോഴും ആ വിഷയത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയൊരു സംഭവം, അതായത് ഈ ഷിംജിത വീഡിയോയിൽ പറയുന്ന പോലെയുള്ളൊരു സംഭവം ആ ബസ്സിൽ നടന്നിട്ടില്ല. ആ ബസ്സിൽ അത്തരത്തിലുള്ള വിഷ്വലുകളൊക്കെ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വിഷ്വലിലൂടെ പരിശോധിച്ചപ്പോൾ അത് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇന്ന് ഷിംജിതയുടെ സഹോദരൻ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് തൻ്റെ സഹോദരിയെ ആരോ ഒരാൾ ബസ്സിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി നൽകിയിട്ടുണ്ട്. അതൊക്കെ നിയമപരമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ദാവൂദ്, ഇതിപ്പം ആരാണ് കുറ്റം ചെയ്തത് എന്നുള്ള ചോദ്യം ഇവിടെ നമുക്കിപ്പം അതിനോട് ഉത്തരം പറയാൻ കഴിയില്ല. അത് പോലീസ് തന്നെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വളരെ മോശം രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരോട് പോലീസ് ഇപ്പം ഇവർക്ക് ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അതിനുള്ള ശിക്ഷയാണോ അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശിക്ഷ നടപടിയല്ല ഞാൻ പറഞ്ഞത്, അതാണോ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ആത്മഹത്യാ പ്രേരണ BNS 305 350 എനിവേ, അത് BNS ആ പ്രസ്തുത വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. അതനുസരിച്ച് 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. നോൺ ബെയിലബിളാണ്. വിതൗട്ട് വാറണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം, ഇതൊരു അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ആണോ എന്നുള്ളതാണ് ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ഫാക്റ്റാണ്. അതിനു മുമ്പ് ഈ ദീപകിനെ വെച്ചുകൊണ്ടുള്ള വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളുണ്ടായിരുന്നു. ഈ ഷിംജിത എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ചെയ്ത് ആ വീഡിയോയിൽ അവർ പറയുന്നത് എന്താണ്, ഈ മനുഷ്യൻ എനിക്ക് നേരെ സെക്ഷൽ അഡ്വാൻസസ് നടത്തി എന്നുള്ളതാണ്. അതിനെ സ്ഥാപിക്കുന്ന വീഡിയോ ആണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് അതൊരു സെക്ഷൽ അഡ്വാൻസ് ആണ് എന്ന് മനസ്സിലാക്കാവുന്ന മെറ്റീരിയൽ അതിനകത്തുണ്ട്. അതങ്ങനെയല്ല, ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒക്കെ ഒരാൾക്ക് വ്യാഖ്യാനിക്കും. പക്ഷെ അത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അതൊരു സെക്ഷൽ അഡ്വാൻസ് ആണ് എന്ന് തോന്നാനുള്ള എല്ലാ ന്യായങ്ങളുണ്ട്. ഇനി തോന്നിയില്ലെന്ന് വിചാരിക്കുക, ഇത് തോന്നേണ്ട ഒന്നാമത്തെ ആളാരാണ്? ഈ അഡ്വാൻസിന് വിധേയമായിട്ടുള്ള ആളാണല്ലോ, നല്ല വിക്ടിം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഈ ഷിംജിത പറയുകയാണ്, ഇയാൾ എനിക്കെതിരെ നടത്തിയിരിക്കുന്നത് സെക്ഷൽ അഡ്വാൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപോത്ഫലമായിട്ടുള്ള ഒരു തെളിവ്, ഒരു വീഡിയോ ഫുട്ടേജ് അവർ മുമ്പോട്ട് വെക്കുന്നു. അതവർ മുമ്പോട്ട് വെക്കുമ്പോൾ അതെങ്ങനെയാണ് അത് അബറ്റ്മെൻ്റ് ആവുന്നത്? ഞാൻ ഇന്ന് ഒരു ആക്രമണത്തിനിരയായി എന്ന് ആക്രമണത്തിനിരയായ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ പ്രേരണയാണോ? ഞാൻ നൗഫൽ എന്നെ തല്ലി, ഞാൻ നാട്ടുകാരോട് പറയാണ് നൗഫൽ എന്നെ തല്ലിയെന്ന്, നൗഫൽ പോയി തൂങ്ങിച്ചത്, ഞാനെന്ത് ചെയ്യും? അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണ്? അയാൾ നേരിട്ട അതിക്രമം സമൂഹത്തോട് പറയാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അത് സെക്ഷൽ അഡ്വാൻസ് ആണോ അല്ലയോ എന്നുള്ളത് വേറെ വെരിഫൈ ചെയ്യണം, പോലീസ് വെരിഫൈ ചെയ്യണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? പോലീസിൽ കേസ് എടുക്കണം. പോലീസ് ഇവൾക്കെന്താ പരാതി കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൽ അസോൾട്ടിന് വിധേയമായിട്ടുള്ള ഒരാൾ പരാതി കൊടുക്കാതെ തന്നെ പോലീസിന് കേസെടുക്കാം. ഇപ്പോൾ പലരും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടത് വെച്ച് മാത്രം കേസെടുത്ത അനുഭവങ്ങൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അങ്ങനെ പോലീസ് എടുക്കണം. കാരണം അങ്ങനെ ഒരു ക്രൈം, ഒരു ഒഫൻസ് ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തോ ആയിക്കോട്ടെ, ഇവർ എന്താണ് പറയുന്നത്? എനിക്കെതിരെ ഒരു സെക്ഷൽ അസോൾട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് ഇവർ പറയുന്നു. അടുത്ത ദിവസം ഇയാൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അപ്പോഴേക്ക് ഇതൊരു സൂയിസൈഡ്, അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ആണ് എന്നൊരു തീർപ്പിൽ എങ്ങനെയാണ് പോലീസ് എത്തുന്നത്? ഓക്കെ, ദീപകിൻ്റെ ഫാമിലി പരാതി കൊടുത്തു, പരാതി പോലീസ് സ്വീകരിക്കാം, പോലീസിനോട് FIR ഇടാം. അതിലൊരു അന്വേഷണം നടത്തണ്ടേ? പ്രാഥമികമായിട്ട് ഇതെന്താണെന്ന് അറിയണ്ടേ? ഇവരെന്തുകൊണ്ടിത് ഒരു സാധാരണഗതിയിൽ സെക്ഷൽ അസോൾട്ടിന് വിധേയമാകാതെ അതിങ്ങനെ പബ്ലിക്കായി പറയാൻ സ്ത്രീകൾ അങ്ങനെ സന്നദ്ധമാവില്ല. നമ്മൾ പൊതുവായൊരു ധാരണ പ്രകാരം എന്തോ ആയിക്കോട്ടെ, ഇതിൽ
ഈ നിലക്കുള്ള അന്വേഷണത്തിൻ്റെ എന്താണ് ഒരുപാട് അടരുകൾ, ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരിക്കെ വളരെ പൊടുന്നനെ എന്താണ് പോലീസ് ഒരു അറസ്റ്റ് ചെയ്യുന്നത്? പക്ഷെ ഇതിൽ പറയുന്നൊരു വാദം, അതായത് പോലീസ് പെട്ടെന്ന് പോയി കേസ് എടുത്തിട്ടില്ല. പോലീസ് ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നു, പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നു, ഈ ബസ്സിലെ വീഡിയോ ഫോട്ടോജ് പരിശോധിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച ശേഷമല്ലേ അപ്പോൾ അതൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ അതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സെക്ഷൽ അസോൾട്ട് കേസിൽ പ്രാഥമികമായി അതിലാരാണ് അതിൽ ക്ലൈമന്റ് എന്ന് പറയുന്ന ആരാണ്? ഇരയാണ്. അത് നമ്മുടെ നിയമം അങ്ങനെയല്ലേ? നിയമം ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? അവരുടെ പരാതി ഇല്ല, പരാതി ദീപകിന്റെ കുടുംബത്തിലെ. അവർക്ക് പരാതി കൊടുക്കാൻ പോലും അവർ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? അവരിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസ്റ്റ് ചെയ്യാണോ വേണ്ടത്? അതല്ല പിന്നെ പോലീസിൽ പരാതി കൊടുക്കുകയാണെന്നൊക്കെ വേണ്ടത് തർക്കിക്കാം. പക്ഷേ ഒരാൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ലേ? ഒരു അസോൾട്ടിന് വിധേയമായിട്ടുള്ള ഒരാൾക്ക് അത് ജനങ്ങളോട് പറയാനുള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെയില്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇത് അസോൾട്ട് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ധൃതിയും അസാധാരണമായിട്ടുള്ള വേഗതയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അത് നേരത്തെ നൗഫൽ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് ഈ സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ ബാക്ക്ലാഷ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? ദിലീപ് കേസ് മുതൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന ലൈംഗികാതിക്രമണത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകളോട് ഒരു വിഭാഗം, സമൂഹത്തിലെ ഒരു വിഭാഗം പുരുഷന്മാർ കാണിക്കുന്ന അങ്ങേയറ്റം ആക്രമണോത്സുകമായിട്ടുള്ള സമീപനം. ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി ഈ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് വലിയ തോതിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതിനുവേണ്ടി ആ ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ജയിലിൽ പോയ സുഹൃത്തുക്കളും നമുക്കുണ്ട്. അല്ല, അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ധീര രക്തസാക്ഷിയാകാൻ വരെ സന്നദ്ധമായിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, ഈ നിലക്കുള്ള ഒഫൻസ് കേസുകൾ, പോക്സോ കേസുകൾ, അതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വസ്തുതയാണ്. മാത്രമല്ല എല്ലാ കേസുകളും, എല്ലാ നിയമങ്ങളും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിനെ നിഷേധാത്മകമായി കണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത അടുത്ത കാലത്തായി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ഒരു പ്രളയം സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാസ് ഹിസ്റ്റീരിയ ഇവിടെ ഉണ്ട്. ആ ഹിസ്റ്റീരിയയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ ഇത്രയും പൊടുന്നതിനുള്ള ആക്ഷൻ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസും സംഘപരിവാറുമാണ് പ്രത്യക്ഷത്തിൽ ഇതിൽ തെരുവിലിറങ്ങുന്നത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ ഈ സ്ത്രീക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് റോട്ടിലിറങ്ങുന്നതിൻ്റെ ന്യായം എന്താണ്? അവർ ഇവരോട് സംസാരിച്ചു, ഇതിന് ഇരയായി എന്ന് പരസ്യമായി പറഞ്ഞ, സെക്ഷൽ അസോൾട്ടിന് വിധേയമായി എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളല്ലേ? അവരുടെ ഭാഗം കേട്ടിട്ടുണ്ടോ? ആവശ്യത്തിലൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പോലീസ് നന്ന ചുരുങ്ങിയത് ഇവരുടെ മൊഴിയെടുക്കണ്ടേ? ഈ വിഷയത്തിൽ ഇവരുടെ മൊഴിയെടുക്കണ്ടേ? ഓക്കെ, ദീപക് ആത്മഹത്യ ചെയ്തു, അത് ശരിയായി, അത് വേദനാജനകമായ കാര്യമാണ്. കുടുംബത്തിൻ്റെ വേദന എല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നതോടുകൂടി റൂൾ ഓഫ് ലോ ഇല്ലാതാകുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. ഇതിൻ്റെ സാധ്യതകൾ എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് ആ ബസ്സിൽ അന്ന് നടന്നത്? ആ വീഡിയോയിലുള്ളത് എന്താണ്? ഇവർക്ക് പറയാനുള്ളത് എന്താണ്? ദീപക് സൂയിസൈഡ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വലിയ തോതിലൊരു പബ്ലിക് പ്രഷർ ഉണ്ടാകുന്നു. പബ്ലിക് പ്രഷർ എന്നതിന് പറയാമല്ലോ, സർട്ടൺ ടൈപ്പ് ഓഫ് പ്രഷർ ഒരു ഭാഗം നിന്നുണ്ടാകുന്നു. അതിന് പോലീസ് വിധേയമാകുന്നു. അതേ ഒരു വഴിക്ക് കോടതിയും സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇപ്പം നൗഫൽ പറഞ്ഞ ഇവരുടെ സഹോദരൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. ആക്ച്വലി അവർ സെക്ഷൽ അസോൾട്ടിന് വിധേയമായ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. അവരെഗൻ അതിനേക്കാൾ മാരകമായ ഒരു ശിക്ഷയ്ക്ക് വിധേയമാവുകയല്ലേ ചെയ്തിരിക്കുന്നത്. അവർക്കെതിരെ നടന്നിട്ടുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ സ്ലറ്, മാധ്യമ വിചാരണ, ജയിൽവാസം, അതിനൊക്കെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അത് ഗുരുതരമായ പ്രശ്നമില്ലേ? അപ്പോൾ ആ ഒരു സൂക്ഷ്മമായ അന്വേഷണം, വകതിരിവോടെയുള്ള ശ്രദ്ധയോടെയുള്ള ഒരു പരിശോധന അത് നടത്താതെ ഈ ഉണ്ടാക്കപ്പെടുന്ന ഈ പ്രഷറിന് നമ്മുടെ സംവിധാനങ്ങൾ വിധേയമാകുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. സാധ്യതകൾ പരിശോധിക്കുമ്പോൾ രണ്ട് ഭാഗത്തും അവർക്ക് പറയാനുള്ള ന്യായങ്ങളുണ്ടാവും. ഇപ്പം ദീപകിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പം അങ്ങനെ ഒന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല, അയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നതെന്ന് വയ്ക്കും, അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ ആ കുട്ടി പറഞ്ഞതെങ്കിൽ ദീപകിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത വേദനിപ്പിച്ച ഒന്നായിരിക്കും. നേരെ മറിച്ച് ദൗസ പറഞ്ഞ പോലെ ഇവർക്ക് ഈ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്
എങ്കിൽ അവർ നേരിടേണ്ടി വന്നതും വലിയ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് സംഗതി പോലീസ് കുറച്ചുകൂടി ഒന്ന് അവധാനതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇതിൽ ഈ വിഷയം ആളുകൾ ശ്രദ്ധിക്കുന്നപ്പോഴാണ്, ദീപക് മരിക്കുമ്പോഴാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ, അതായത് ഈ സ്ത്രീ ലൈവായിട്ടിട്ട വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ അന്ന് തന്നെ കണ്ടിരുന്നു. ഞാൻ അന്ന് ലീവായിരുന്ന സമയം എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഞാൻ നോക്കി, അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു. അപ്പോൾ അവരെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ, അവരെന്താണ് പറയുന്നത് നോക്കി, അതിലൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതായത് ആ വീഡിയോ പിന്നീട് ഇവർ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ചെറിയ വീഡിയോ സ്ലോ മോഷനാക്കിയിട്ടതാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ വീഡിയോ ഡിലീറ്റ് ആക്കി, പക്ഷേ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ പരിശോധിക്കുന്ന ഒരാൾക്ക് ദീപക് ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചെന്ന് കാണാനേ കഴിയില്ല. അതിന് കാരണം ദീപക് കുറച്ച് മുമ്പിലാണ് നിൽക്കുന്നത്, ഇവർ കുറച്ച് പുറയിൽ മാറിയാണ് വീഡിയോ എടുക്കുന്നത്. അവസാനം വണ്ടി നിർത്തി ഇറങ്ങാൻ നേരത്ത് ദീപകിൻ്റെ അടുത്തേക്ക് സ്ത്രീ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അയാളുടെ ബാക്കിൽ പോയി നിന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങാൻ പോകുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ ബാഗ് അയാൾ 2 കൈ കൊണ്ട് പിടിക്കുന്നു. ഈ 2 കൈ കൊണ്ട് ഈ ബാഗ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെയാണ് ഇവരെ ടച്ച് ചെയ്തു, അസോൾട്ടായി എന്ന് കാണിച്ചുകൊണ്ട് പിന്നെ രണ്ടാമതൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് സ്ലോ മോഷനിൽ. യഥാർത്ഥത്തിൽ അയാൾ ആ ബാഗ് ഈ കയ്യിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിക്കുന്ന ഒരു സീനാണത്. അപ്പോൾ ഈ മുട്ട് ബാക്കിലേക്ക് വരുന്നു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് തിരിഞ്ഞ്. അവർക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല അതിൽ. അപ്പോൾ ആ പൂർണ്ണ വീഡിയോ പോലീസിന് റിട്രീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ദീപക് ആ വീഡിയോയിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ആ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുമ്പെങ്ങാനും ദീപക് ഈ സ്ത്രീ ഉപദ്രവിച്ചിരുന്നു നമുക്കറിയില്ല. ആ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രിഗർ കൊണ്ടാണ് ഒരു വീഡിയോ എടുത്തൊന്നും നമുക്കറിയില്ല. അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ. ആ വീഡിയോയിൽ ഈ സ്ത്രീ പറയുന്നില്ലേ ഇതിന് മുമ്പ് വേറൊരാളെ ഇയാൾ ഉപദ്രവിച്ചു എന്ന് പറയുന്നില്ലേ? അത് പിന്നീട് അവർ വിശദീകരണ പോസ്റ്റായിട്ട് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ റിട്രാക്ട് ചെയ്തതിന് ശേഷം, ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവർ അതിലാണ് അവർ ആ വിശദീകരണം കൊടുക്കുന്നത്. നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന്. ആ ബസ്സിനകത്തൊരു CCTV ക്യാമറ ഉണ്ട്, അതിലെന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ, ബസ് ജീവനക്കാർ അങ്ങനെ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യണം, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ കാണുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടയ്ക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മസ്താനിയുടെ സംഭവം, സവാദ് സംഭവം ഓർമ്മയുണ്ടാവും. മറ്റൊന്ന് ഈ ഏതാനും മാസം മുമ്പ്, 2 മാസം മുമ്പാണ് 2 സഹോദരിമാർ, ഒരു പ്രായമായ ആൾ അവരെ ഉപദ്രവിച്ചപ്പോൾ, അവരെ അനുജത്തി ഉപദ്രവിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി ഇത് ചിത്രീകരിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുതരം മോബ് ലിഞ്ചിങ് സ്വഭാവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുള്ളതാണ്. തെറ്റോ ശരിയോ എന്ന് ഒരാൾക്ക് തോന്നുന്ന വിഷയത്തിൽ തന്നെ ഒരു പക്ഷേ ദീപക് മരിച്ചില്ലായിരുന്നു കരുതുക, പക്ഷേ ഇതിൻ്റെ നറേറ്റീവ് വേറെ രീതിയിലായിരുന്നുവെങ്കിൽ ദീപക് ആയിരിക്കും ചിലപ്പോൾ ആക്രമിക്കപ്പെടുക. അവനെ വച്ചേക്കരുത്, അവനെ കൊന്നു കളയണം, അവനെന്തൊരു മോശമാണ്. അതായത് ഇവരിപ്പോൾ കട്ട് ചെയ്തിട്ട വീഡിയോ ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്തിട്ട വീഡിയോ മാത്രമാണ് ഇട്ടിരുന്നത് കരുതുക. ആ വീഡിയോ പുറത്തു വരികയാണെങ്കിൽ ചിലപ്പോൾ ദീപക്കിനെതിരായിരിക്കും വൻ തോതിലുള്ള മോബ് ലിഞ്ചിങ് സ്വഭാവത്തോടെ ഈ ആൾക്കൂട്ടം ഇന്ത്യയുടെ ഒരു അടിസ്ഥാന സാംസ്കാരിക വികാരം എന്ന് പറയുന്നത് ഈ മോബ് ലിഞ്ചിങ് സ്വഭാവമാണ്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും ആൾക്കൂട്ടം അങ്ങനെ കൂട്ടമായി ഒന്ന് ആക്രമിക്കുക. ഇവിടെ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടിയായി പോയി, മറ്റേ ആൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ പോലീസ് ചെയ്യേണ്ട വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെട്ടുണ്ടോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് പരാതി കിട്ടിയിട്ടില്ല, അതിന് സഹോദരൻ്റെ പരാതി കിട്ടിയിട്ട് അത് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ അത് കോഗ്നിസിബിൾ ഒഫൻസാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞാൽ മതി, ഒരു വീഡിയോ ഇട്ടാൽ മതി. അതിനാണ് ആദ്യ FIR ഉണ്ടത്. ദീപകിൻ്റെ ആത്മഹത്യക്ക് പ്രേരണയ്ക്കല്ല ആദ്യ FIR ഉണ്ടത്. ആദ്യ FIR ഉണ്ടത് ഈ സ്ത്രീ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, അത് വ്യാജമായ ആരോപണമാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ പോലീസ് എല്ലാ കാലത്തെയും പോലെ പെരുമാറുന്ന എങ്ങനെയാണ്, ഈ പറയുന്ന സോക്കോൾഡ് സമൂഹ മനസ്സാക്ഷിക്കൊപ്പം നിന്നുകൊണ്ട് ആ സമൂഹ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതേ സമൂഹ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും തെരുവിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷിംജിത മുസ്തഫ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. മുസ്ലിം ലീഗുകാർ പോലും അവരെയാണ് ചീത്ത വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിൽ ആ പാർട്ടിക്കാർ പോലും അവർക്കൊപ്പമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എത്രമാത്രം സ്ത്രീവിരുദ്ധമായാണ് ഇത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ സമൂഹം സ്ത്രീവിരുദ്ധമായാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ റീല് ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനൊരു റീൽ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവുക? അങ്ങനെ വല്ലതും ഉണ്ടോ? അത് സ്ഥിരമായി ഒരാൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ടത് എന്താണ്, അത് സ്ഥിരമായി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അവർ നേരത്തെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, പല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ വലിയ റീച്ചൊന്നുമില്ല. ഇപ്പോൾ മസ്താനി ആ റീലിട്ടുകൊണ്ടാണോ മസ്താനിക്ക് റീച്ച് ഉണ്ട്? മസ്താനിക്ക് വേറെ തന്നെ പണിയുണ്ട്, അവർ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറെ തന്നെ ജോലിയുണ്ട്. ഇത് റീലുണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനെന്നുള്ള വാദം അതൊന്നും യഥാർത്ഥത്തിൽ എന്താണ്, ഈ സ്ത്രീവിരുദ്ധ മനോഭാവത്തിൻ്റെ പ്രശ്നം കൂടിയാണത്. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഒന്നും പെണ്ണുകൾ വിളിച്ചു പറയാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല.
ഞങ്ങൾ ആണുങ്ങൾ ആത്മഹത്യ ചെയ്ത് കളയും എന്നുള്ളൊരു വാണിംഗ് ആണ് ആ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസാണ് ശരിക്കും ചെയ്യേണ്ടത്. പോലീസ് ആദ്യം കേസെടുക്കേണ്ടിയിരുന്നത് ഈ സ്ത്രീയുടെ ആരോപണത്തിലായിരുന്നു. അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പിന്നീട് അത് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ. നമുക്കറിയില്ല ഇപ്പോൾ ബസ്സുകാർ കൊടുത്ത CCTV ദൃശ്യങ്ങൾ എന്തൊക്കെയുണ്ട്. ദീപക് മീഡിയക്ക് കൊടുത്തതിൽ ഇതൊന്നും ഇല്ല, ദീപക് ബസ്സിൽ കയറുന്ന മാത്രമേ അതിലുള്ളൂ, അതിൽ പൂർണ്ണമായിട്ടൊന്നുമില്ല റിമാൻഡ് റിപ്പോർട്ടിൽ മുഴുവൻ പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് അത് വ്യക്തത വരുത്തേണ്ടതാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എന്നിട്ട് വേണമെങ്കിൽ അത് ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞാൽ നിൽക്കാത്തൊരു കേസാണ്. കാരണം ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ല, മറ്റൊരാളുടെ സമ്മർദ്ദം മൂലം ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയില്ല എന്ന് പോലീസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുള്ളൂ. ഈ കാര്യത്തിൽ അത് നിലനിൽക്കുമെന്നൊരു സംശയമാണ്.